പത്തനംതിട്ട കോഴഞ്ചേരിയിൽ സ്കൂട്ടർ യാത്രക്കാരൻ കെ.എസ്.ആർ.ടി.സി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഡോർ തട്ടി സ്കൂട്ടർ മറയുകയായിരുന്നു. കോഴഞ്ചേരി പുന്നക്കാട് സ്വദേശി തോമസ് എബ്രഹാമാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, ദാരുണമായ അപകടമാണ്. എപ്പോഴാണ് സംഭവം ഉണ്ടായത്? അരുണെ, അപകടമുണ്ടാകുന്നത് ഇന്നലെയാണ്. കോഴഞ്ചേരി പുന്നക്കാട് സ്വദേശി തോമസ് എബ്രഹാമാണ് അപകടത്തിൽ മരിച്ചത്. ഇദ്ദേഹം ഇന്നലെ ഇത്തരത്തിൽ കോഴഞ്ചേരിയിലെ വൺവേയിലൂടെ വരുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ഡോർ തുറക്കുന്നതിനിടയിലാണ് ആ വശത്തുകൂടി തന്നെ ബൈക്കിലെത്തിയ തോമസ് എബ്രഹാമിൻ്റെ ബൈക്കിൽ ഈ ഡോർ തട്ടുകയും ഇയാൾ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് വീഴുകയും ചെയ്യുന്നത്. ഈ സമയം KSRTC ബസ് അതിലെ കടന്നു വരികയായിരുന്നു. ഈ ബസ്സിനടിയിലേക്കാണ് തോമസ് എബ്രഹാം വീഴുന്നത്. തൽക്ഷണം മരിച്ചു. ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. വൺ വേ ആണ് ആ റോഡ് അവിടെയുള്ളത്. അശ്രദ്ധമായി തന്നെ ഈ കാറിൻ്റെ ഡോറ് തുറക്കുന്നതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണ്. ആ ഡോർ തുറക്കുന്നു. തോമസ് എബ്രഹാം നേരെ ആ ഡോറിൽ തട്ടുന്നു. ശേഷം നിയന്ത്രണം വിട്ട് ഈ KSRTC ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ഈ ബസ് ജീവനക്കാരൻ്റെയോ അല്ലെങ്കിൽ ഈ ബൈക്ക് യാത്രികൻ്റെയോ അശ്രദ്ധയല്ല ഈ അപകടത്തിലേക്ക് നയിച്ചത്. പകരം ആ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ആ കാറിൽ നിന്നും ഈ വാഹനം കടന്നു വരുന്ന വശത്തെ ഡോർ തുറക്കുകയായിരുന്നു. അങ്ങനെ ആ വശത്തു കൂടി വന്ന ബൈക്ക് അതിനകത്ത് തട്ടി നേരെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ചെയ്തത്. എന്തായാലും അപകടത്തിൽ തോമസ് എബ്രഹാം കോഴഞ്ചേരി പുന്നക്കാട് സ്വദേശിയാണ് മരണം സംഭവിച്ചത്. ഈ ഡോർ സൈഡിലൊക്കെ വാഹനം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുമ്പോൾ വാഹനം കടന്നു വരുന്ന വഴിയെ ഈ ഡോർ തുറക്കുന്നത് കൂടുതൽ ശ്രദ്ധിച്ച് ആ ഡോർ തുറക്കണം എന്ന കാര്യം കൂടിയാണ് ഈ അപകടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും അപകടത്തിൽ പുന്നക്കാട് സ്വദേശിയായ തോമസ് എബ്രഹാം മരണപ്പെട്ടു. അരുണ്യ. ശരി ശ്രീരാജ്.